ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പതിവ് പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് ചേട്ടൻ ജോലിക്കായിട്ട് പോവാണ് കേട്ടോ. പക്ഷേ ജോലി ഇന്ന് ഉണ്ടായിരുന്നില്ല, തിരികെ വന്ന് കേട്ടോ. അപ്പോൾ രാവിലെ ചേട്ടൻ പോയ സമയത്ത് എനിക്കറിയില്ലല്ലോ ജോലി ഉണ്ടോ ഇല്ലെന്നുള്ള കാര്യം. ഞാൻ രാവിലെ എൻ്റെ ജോലികളിലോട്ട് കടന്നു കേട്ടോ. അപ്പോൾ മേശപ്പുറത്താകിയ ബുക്കുകളും ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ഞാൻ ഒതുക്കി വെച്ചു. എത്ര ഒതുക്കിയാലും ഈ ഒരു 5 മിനിറ്റത്തെ നേരേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ ഉടൻ തന്നെ പിന്നെയും ആ ടേബിളിൻ്റെ പുറത്ത് മൊത്തവും ബുക്കുകളും പാത്രങ്ങളും സാധനങ്ങളും ഒക്കെ ആയിരിക്കും കേട്ടോ. അതെപ്പോഴും ഉള്ള പതിവാണ്. ഇനി എത്രത്തോളമൊക്കെ എടുത്ത് മാറ്റും എന്ന് പറഞ്ഞാലും ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അതെല്ലാം തനിയെ അങ്ങോട്ട് വന്നോളും. അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. അതെടുത്ത് മാറ്റാനും മറക്കും. പിന്നെ അവിടെ ഇരിക്കട്ടെ, പിന്നെ മാറ്റാം എന്നൊക്കെ ആയിരിക്കും എൻ്റെ വിചാരം കേട്ടോ. എൻ്റെയെന്നല്ല, ഞങ്ങൾ 3 പേരും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു മനസ്സ് തോന്നണം അതെല്ലാം വൃത്തിയാക്കി എടുക്കണമെന്ന്. അങ്ങനെയൊക്കെ വൃത്തിയാക്കി വെക്കും. പിന്നെ ഇത് പതിവാണ് കേട്ടോ. വീടിനകവും മുറ്റവും ഒക്കെ തൂക്കും. പിന്നെ ചെടിക്ക് വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. ഇപ്പം നല്ല ചൂടാണല്ലോ. അപ്പം നമുക്ക് മനുഷ്യർക്ക് മാത്രമല്ലല്ലോ, ചെടികൾക്കും എല്ലാവർക്കും നല്ലതുപോലെ വെള്ളം വേണമല്ലോ. അതുകൊണ്ട് നല്ലതുപോലെ വെള്ളം ഒഴിക്കും കേട്ടോ. ഒരു നേരത്തെ വെള്ളം ഒഴിക്കാറുള്ളൂ. അത് നല്ല രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ. ചെടികൾക്ക് എല്ലാത്തിനും നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും. പിന്നെ ബാക്കി ദൂരോട്ടുള്ള ചെടിക്കൊക്കെ ബക്കറ്റിലാണ് വെള്ളം പിടിക്കുന്നത് കേട്ടോ. എന്തെന്ന് വെച്ചാൽ ഓസ് അതുവരെ എത്തത്തില്ല. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ചെടികൾക്കെല്ലാം വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഓസ് വെച്ച് വെള്ളം പിടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പതിവായിട്ടും ഒഴിക്കാറുള്ളത്. അവിടുത്തെ എൻ്റെ ജോലി കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് കയറിയ സമയത്തുള്ള എൻ്റെ രൂപ ഇതാണ് കേട്ടോ. ആകെ വിയർത്ത് കുളിച്ച് നിൽക്കുകയാണ്. നമുക്ക് തോന്നും നമ്മൾ മുഖം കഴുകിയതാണെന്ന്. പക്ഷേ ഇത് മുഖം കഴുകിയതല്ല, വിയർത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വിയർത്ത് കുളിച്ച് നിന്ന സമയത്താണ് എബിയും കൊണ്ട് അച്ഛൻ വന്നു കേട്ടോ. അച്ഛൻ്റെ പുതിയ വണ്ടിയാണ് കേട്ടോ. അച്ഛൻ പുതിയതായിട്ട് വാങ്ങിയ വണ്ടിയാണ്. അതിലാണ് അച്ഛൻ വന്നത്. എബിയും കൊണ്ട് വന്നു. പിന്നെ നമുക്ക് പള്ളിയിൽ VBSഉം അവന് എക്സാമൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ വിഷുവിൻ്റെ അന്ന് അച്ഛനും അമ്മയും കൂടെ അവന് കൊടുത്ത പൈസയാണ് എന്നെ കാണിച്ചത്. അവൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നു. അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറയാം അവിനാശിനെ കണ്ടോണ്ട് തന്നെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു കേട്ടോ. പിന്നെ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അകത്തോട്ട് വെച്ചു. ഇത് നമുക്കൊരു യാത്ര പോകാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് കേട്ടോ, സെറ്ററാണ്. അതൊക്കെ കൊണ്ടുവച്ചു. പിന്നെ ഞാനും എബിയും കൂടെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും ചേട്ടനും വന്നു. ചേട്ടനും കഴിച്ചു കേട്ടോ. അപ്പോൾ പായസം അശ്വിന് വെച്ച പായസമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ 2 ദിവസം മുന്നേ വെച്ച പായസമാണ്. എങ്കിൽ പോലും ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിച്ച സമയത്ത് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് തവണ അവളുടെ അടുത്തും പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അന്ന് കഴിക്കാനും കൊള്ളായിരുന്നു കേട്ടോ. പക്ഷേ ഇത് 2 ദിവസം തലേദിവസം വെച്ചാണ് തോന്നുന്നു കേട്ടോ. ആ ഒരു പായസം ഫ്രിഡ്ജിനകത്ത് വെച്ച് അതേ തണുപ്പോടെ കഴിച്ച സമയത്ത് ഒരു വല്ലാത്ത ഫീലിങ്സ് ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു സിനിമയൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ചേട്ടനും എബിയും കൂടെ ഒരുമിച്ചിരുന്ന് TV കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എബിയുടെ കൂട്ടുകാർ അവിനാശം വന്നു. പിന്നെ അവർ 3 ഒരുമിച്ച് അവിടെ നിലത്ത് കിടന്ന് കണ്ടു കേട്ടോ. ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് തന്നെ സിനിമയൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ വൈകുന്നേരത്തെ ഒരു യാത്രയുണ്ട്. അതിന് മുന്നേട്ട് ഒരു ഷോർട്സ് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്ത വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ അതൊന്നും ഞാൻ എടുത്തില്ല, പോസ്റ്റ് ചെയ്തതുമില്ല കേട്ടോ. എനിക്ക് തോന്നിയില്ല, എടുക്കണ്ട എന്നൊരിത് തോന്നി. ഞാൻ അങ്ങനെ എടുത്തില്ല കേട്ടോ. എന്നാൽ അതിന് വേണ്ടിയിട്ട് കുറേ പ്രാവശ്യം ഒരു വീഡിയോസായിട്ട് ഞാൻ കുറേ പ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വലിയ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തീരെ വയ്യാത്തത് കൊണ്ട് തന്നെ തലേദിവസം ചോറും കറികളൊക്കെ ഇച്ചിരി അധികം കൂട്ടിയിട്ട് വെച്ചു കേട്ടോ. കാരണം എനിക്ക് പിറ്റേന്നൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ കുറേ നേരം വരെ അങ്ങനെ ഇരുന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ ചോറ് കഴിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയതെന്ന് വെച്ചാൽ വാഴ മൂവി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എബിയെ കൊണ്ടുപോകാമെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോയി. ആ സമയത്ത് അശ്വിനി ഋതു ഉണ്ടായിരുന്നു കേട്ടോ. ഋതു എന്ന് വെച്ചാൽ അശ്വിനിയുടെ ഹസ്ബൻഡിൻ്റെ അനിയത്തിയുടെ മകനാണ് കേട്ടോ. അപ്പോൾ അവനും ആദ്യമായിട്ടാണ് തിയേറ്ററിൽ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 5 പേരുടെ ഒരുമിച്ചിരുന്ന് സിനിമ കാണുവാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എബിക്ക് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു. വീട്ടിൽ വന്നതിന് ശേഷം ഒരിക്കൽ കൂടെ അവന് കാണണമെന്നുണ്ടായിരുന്നു ആ സിനിമ. ഞാൻ പറഞ്ഞു ഇനി എന്തായാലും ഇത് നമ്മളെ TV-യിലൊക്കെ വരും, ആ സമയത്ത് കണ്ടാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ രാത്രി കഴിക്കാനായിട്ട് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി കയറി കേട്ടോ. അപ്പോൾ അശ്വനിക്കും ഋതുവിന് വേണമെന്ന് ചോദിച്ചു. അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അവർ 2 ദിവസമായിട്ടൊക്കെ ഹോട്ടൽ ഫുഡൊക്കെ കഴിച്ചത് കൊണ്ട് തന്നെ വേണ്ടാന്ന് പറഞ്ഞു. ഈ ഒരു ഐസ്ക്രീം ഞാൻ എപ്പോഴും നമ്മുടെ ഈറ്റിംഗ് ചലഞ്ച് വീഡിയോസിലൊക്കെ കണ്ടിരുന്ന ഒരു ഐസ്ക്രീമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ആ പുറത്തുള്ള ആ ഒരു കോട്ടിങ് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞങ്ങൾ 3 പേരും ബൈക്കിലും വന്നു. അവർ 2 പേരും അങ്ങോട്ട് ഓട്ടോയിലും ഇങ്ങോട്ട് ബസ്സിലാണ് കേട്ടോ വന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വന്നതിന് ശേഷം ഞങ്ങൾ ചായ ഇട്ട് കുടിച്ചു കേട്ടോ.
അപ്പോൾ ചായ ഇട്ട് കുടിച്ചതിന് ശേഷം ബാക്കി പരിപാടിയിലോട്ട് കടക്കാമെന്ന് വിചാരിച്ചു. ചായ ഇട്ട് കുടിച്ച ശേഷം വീട്ടിലോട്ട് വിളിച്ചു കേട്ടോ. അപ്പോൾ എബിയെ കാണാത്തതിൻ്റെ ദേഷ്യമാണ് ഈ മിക്കുത പ്രകടിപ്പിക്കുന്നത് കേട്ടോ. എത്ര വിളിച്ചിട്ടും അവൻ വരുന്നതേ ഉണ്ടായിരുന്നില്ല. അവൻ അവിടെ നിന്നൊക്കെ മാറി മാറി പോകുമായിരുന്നു കേട്ടോ. ഭയങ്കര ദേഷ്യമായിരുന്നു. എബി എവിടെയും ചോദിക്കുമ്പോഴത്തേക്ക് മുറിയിലോട്ട് ഓടിപ്പോയി നോക്കുമായിരുന്നു കേട്ടോ. അവന് ഭയങ്കര സങ്കടമായിരുന്നു തോന്നുന്നു കേട്ടോ. അവനങ്ങനെ പ്രകടിപ്പിച്ചില്ലെങ്കിലും അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചേട്ടനില്ല എന്ന്, ആ വീട്ടിനകത്തില്ല എന്നൊരിത് അവനറിയാം. അതാണ് അവന് എബി ഇവിടെ നിന്ന് വിളിച്ച സമയത്ത് ആ ഒരു ദേഷ്യം അവൻ പ്രകടിപ്പിച്ചത് കേട്ടോ. പിന്നെ പള്ളിയിലത്തേക്ക് വേണ്ടിയിട്ടുള്ള കഴിഞ്ഞ ആഴ്ച ഒരു എക്സാം ഉണ്ടായിരുന്നു പിള്ളേർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ എക്സാമിൻ്റെ പേപ്പറൊക്കെ ഇവാലുവേഷൻ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതൊക്കെ ചെയ്തു. അതിന് കുറേ നേരം എടുത്തു. പിന്നെ വേറെ എനിക്ക് കുറേ കണക്കും കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനുണ്ടായിരുന്നു. കുടുംബശ്രീയിലെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനുണ്ടായിരുന്നു. അങ്ങനെ കുറേ സമയം പോയി കേട്ടോ. പിന്നീട് ഞങ്ങൾ കഴിക്കാനൊക്കെ ആയിട്ടിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് വെച്ച് കുറേ വെള്ളം കൂടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. കാരണം ചൂട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടായതുകൊണ്ട് തന്നെ വെള്ളം കൂടി ഇപ്പോൾ ഇത്തിരി കൂടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇവിടെ വലിയതായിട്ടും ദാഹവും തീരുന്നില്ല അങ്ങനെ. അപ്പോൾ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ കാന്താരി ചിക്കനും ചിക്കൻ ഫ്രൈയും ഫ്രൈഡ് റൈസും പൊറോട്ടയാണ് വാങ്ങിച്ചത് കേട്ടോ. ഞങ്ങൾ 3 പേരുടെ ഷെയർ ചെയ്ത് തന്നെയാണ് കേട്ടോ ഫുഡെല്ലാം കഴിച്ചത്. ഓരോന്നും വീതം പൊറോട്ടയാണെങ്കിൽ ഓരോന്ന് 2 എണ്ണം വീതമൊക്കെ വെച്ച് കഴിച്ചു. പിന്നെ ഫ്രൈഡ് റൈസ് ഞങ്ങൾ 3 പേരും കൂടെ അത് ഭാഗിച്ചെടുത്ത് കഴിച്ചു. കറികളും ആണെങ്കിൽ അങ്ങനെയാണ് കേട്ടോ. ഞങ്ങൾ ആവശ്യാനുസരണം കഴിച്ചു കേട്ടോ. പക്ഷേ എബിക്ക് ഇച്ചിരി വയ്യായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് വന്ന സമയം തൊട്ട് എബിക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ അവന് അങ്ങനെ അധികമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വരും വ്ളോഗിൽ പറയാം എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് ഇതായിരുന്നു കേട്ടോ. വേറെ വിശേഷം സിനിമയ്ക്ക് പോയി, അതാണ് കേട്ടോ വലിയൊരു വിശേഷം. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മൂവി കാണാൻ പോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടും ഇരിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.